ഈ ഒരു പാർക്കില് ഇവരെന്തിനാണ് ഇങ്ങനത്തെ മെഷീൻസ് ഒക്കെ വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഇത് മാത്രമല്ല, ഇവിടെ കുറെ മെഷീൻസ് ഉണ്ട്. എന്തിനാണെന്നറിയാമോ? ഇവിടുത്തെ പോപ്പുലേഷൻ ഒബീസ് ആവാതിരിക്കാനാണ്. ഓവർ വെയിറ്റ് ഈ ഒരു കൺട്രിയിലെ മെയിൻ പ്രോബ്ലമാണ്. കാരണം എന്താണ്, നമ്മളെല്ലാവരും വീട്ടിൽ സ്ക്രീനല്ലേ. കാരണം ഒരു വർഷത്തിൽ കുറച്ച് പീരീഡ് ഓഫ് ടൈം മാത്രമാണ് ഈ സൺ വരുന്നത് പുറത്ത്. അപ്പോഴേ പുറത്തിറങ്ങാൻ പറ്റുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങളുടെ കാര്യം തീർന്നു. അതുകൊണ്ട് പുറത്തിറങ്ങരുത്. അത്രയും തണുപ്പ് ഈ സമ്മർ ടൈമിൽ മാത്രമാണ് ഈ പാർക്കിൽ ആള് വരുള്ളൂ. അതെ, അല്ലാതെ ഇവിടെ ഒന്ന് വന്ന് നോക്കിയാൽ ഒരു മനുഷ്യനെ പോലും കാണത്തില്ല. മനുഷ്യനെ പോയിട്ട് പൂച്ച പോലും കാണത്തില്ല. അത്രയും തണുപ്പാ. അപ്പൊ ആ ഒരു ടൈമിൽ ഇവരെന്താക്കി ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ്. അതെ, കാരണം ഇവര് ഹെൽത്ത് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഹെൽത്തിന്റെ ഫസ്റ്റ് കമ്പോണന്റ് എക്സസൈസ് ആണ്. എക്സസൈസ് ഇല്ലാതെ നിങ്ങൾ വേരിയസ് ഹെൽത്ത് ഇഷ്യൂസ് വരാറുണ്ട്. ഹാർട്ട് ഡിസീസ്, പിന്നെ എന്തെങ്കിലും ജോയിന്റ് ഇഷ്യൂസ്, ബാക്ക് പെയിൻ, നെക്ക് പെയിൻ, അങ്ങനെ എന്തെല്ലാം. എസ്പെഷ്യലി ഈ ജനറേഷൻ നമ്മളെല്ലാരും ഫോൺ അഡിക്റ്റഡ് അല്ലേ? അതെ, ഞാനും സംസാരിക്കുന്നത് എനിക്ക് ഫോൺ അഡിക്റ്റാനും. ഇവിടുത്തെ പിള്ളേർക്ക് യങ്ങസ്റ്റ് 10 years old they get their phone. എന്റെ ഫ്രണ്ടിനൊക്കെ 8-7 വയസ്സിലാണ് ഒരു ഫോൺ കിട്ടുന്നത്. അതിന്റെ സീരിയസ് ഡാമേജ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. മനസ്സിലായോ? കാരണം എന്റെ പപ്പ, എന്റെ ഡാഡ് 20 വർഷമായിട്ടായിരിക്കും, 10-15 വർഷം ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കണ്ണ് പോയി, കണ്ണിന് തിരിച്ചെടുത്തില്ല. അപ്പൊ 8 വയസ്സിൽ തുടങ്ങുന്നു ഒരാൾ ഫോൺ കാണുന്നത്. അപ്പൊ അവരുടെ കണ്ണൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. പപ്പാൻ ഒരു 50 വയസ്സാകുമ്പോ അവരുടെ കണ്ണ് എങ്ങനെയായിരിക്കും? വർക്കാവുന്ന പോലും അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഇതേപോലത്തെ എക്സസൈസ് മെഷീൻസും. പിന്നെ നിങ്ങളൊരു കടയിൽ കയറി പോയാൽ നിങ്ങൾക്ക് 2 ടൈപ്പ് ഓഫ് ഷുഗറി ഡ്രിങ്ക്സ് ഉണ്ടാവും. കോക്ക് 0 ഷുഗർ ഉണ്ടാവും, നോർമൽ കോക്ക് ഉണ്ടാവും. നിങ്ങൾ 0 ഷുഗർ മേടിച്ചാൽ നിങ്ങൾക്ക് പൈസ കുറവാണ്. കാരണം എന്താ, ഇവര് ഈ പോപ്പുലേഷൻ ഒബീസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 0 ഷുഗർ നോർമൽ കോക്കിനെക്കാളും. ഇപ്പൊ ഇവിടുത്തെ ഗവൺമെന്റിന് ചുരുക്കം പറഞ്ഞാൽ ജനങ്ങളെ കുറിച്ചിട്ട് ഭയങ്കര ബോധമൊന്നുമില്ല. ഇവർക്ക് മരിച്ചാലും കുഴപ്പമില്ല. പക്ഷെ മരിച്ചാൽ എന്ത് പറ്റും? ഇതൊരു വിഷയ സൈക്കിളാണ്. ഈ സൈക്കിള് ആൾക്കാർ പണിയെടുക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, ഗവൺമെന്റ് തിരിച്ചു കൊടുക്കുന്നത്, ടാക്സസ്. ഇവിടുത്തെ പോപ്പുലേഷൻ മരിച്ചു പോയാൽ എന്ത് പറ്റും? ഈ ഒരു കൺട്രി ബ്രിട്ടൻ ആവോ? ബ്രിട്ടനിലെ ആൾക്കാർ ഒരു കുറെ പുല്ലും ഇതും പാർക്കും സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. ആൾക്കാരില്ലാതെ എന്തിനാണ് ഇത്രയും സാധനങ്ങൾ? അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് കെയർ ചെയ്യുന്നത്. ഇവർക്ക് മെഡിക്കൽ ഫെസിലിറ്റീസ് ഇവിടെ എല്ലാം പൈസ കൊടുക്കണ്ട, മൊത്തം ഫ്രീയാ. അപ്പൊ ആൾക്കാർ എക്സസൈസ് ഇല്ലാതെ ഹാർട്ട് ഡിസീസ് വന്ന് ഇവരിങ്ങനെ ഹോസ്പിറ്റൽസ് ക്ലാമ്പായി എന്ത് ചെയ്യും? ഇവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത്. അതായത് നമ്മളെ കയറുന്നില്ല.